നമസ്കാരം. ഈ പല രാജ്യങ്ങളിലെയും രാഷ്ട്രതലവന്മാരും അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കുന്ന ആളുകളൊക്കെ തന്നെ മറ്റുള്ള രാജ്യത്ത് സന്ദർശനം നടത്തുമ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് അത് വീക്ഷിക്കാറുള്ളത്. കാരണം പല നീക്കങ്ങളും അല്ലെങ്കിൽ പല കരാറുകളും അതൊക്കെ തന്നെ അവിടെ സംഭവിക്കാറുമുണ്ട്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അടക്കം മറ്റൊരു രാജ്യത്ത് സന്ദർശനത്തിനെത്തുമ്പോൾ വളരെ തീർച്ചയായിട്ടും നമ്മളടക്കം എന്തായിരിക്കും അവിടെ പോയിട്ട് എടുക്കുന്ന തീരുമാനം, എന്തൊക്കെയായിരിക്കും ചർച്ചയിൽ നടത്താൻ പോകുന്ന കാര്യങ്ങൾ, വിഷയങ്ങൾ എന്നൊക്കെ കുറിച്ച് നമ്മളും പല നിഗമനങ്ങളും പറയാറുണ്ട്, അത് ചർച്ച ചെയ്യാറുമുണ്ട്. ഇപ്പോഴിതാ JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് കുടുംബത്തോടൊപ്പം ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനമാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം അദ്ദേഹം കുടുംബത്തോടൊപ്പം ഇന്ത്യയിലെ പല സ്ഥലങ്ങളും സന്ദർശിക്കുകയാണ്. അപ്പോൾ 4 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ സമയത്ത് മോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ നരേന്ദ്രമോദി ഇപ്പോൾ ഇന്ന് സൗദിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ സന്ദർശനങ്ങളൊക്കെ തന്നെയാണ്, എന്തൊക്കെയായിരിക്കും അതിൽ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഇപ്പോൾ 4 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് എത്തിയത്. അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയുമായൊരു അടുത്ത ബന്ധം കൂടിയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ത്യൻ വംശജയാണ്. അതുകൂടാതെ തന്നെ ഇങ്ങനെ ഒരു സന്ദർശനം നടത്തുമ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില നഗരങ്ങൾ, ചില മേഖലകളൊക്കെ തന്നെ കണ്ട് എന്താ പറയുക, ഒരു ഉഭയകക്ഷി ബന്ധം എന്നതിനപ്പുറത്തേക്ക് ഒരു സൗഹൃദ സന്ദർശനമായി കൂടി അതിനെ വ്യാഖ്യാനിക്കാനായി സാധിക്കും. ഇന്ത്യയെ മനസ്സിലാക്കാൻ, ഇന്ത്യയുടെ കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്ര, അങ്ങനെയൊക്കെ തന്നെ ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത്, ഇപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അത് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 90 ദിവസത്തെ കൂൾ ഓഫ് ടൈമിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ 90 ദിവസം കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിലുള്ള ഉത്കണ്ഠ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ത്യക്കടക്കം അതിലെ ആകുലതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് നീണ്ടു പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് ലോകരാഷ്ട്രങ്ങൾക്ക് സംഭവിക്കും. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയായി മാറാൻ വലിയ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ട്രംപിൻ്റെ വലങ്കയാണല്ലോ. എല്ലാ കാര്യങ്ങളും ട്രംപ് എല്ലായിടത്തും എത്തിക്കുന്നത് JD വാൻസ് വഴിയാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സന്ദർശനം ഉണ്ടായതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു സൂചനയുണ്ട്. കാരണം നേരത്തെ ട്രംപ് ഈ താരിഫ് നയം പ്രഖ്യാപിക്കുന്ന സമയങ്ങളിലായിരുന്നു, അതിൻ്റെ ആ ഒരു ടൈമിലായിരുന്നു, വീക്കിലായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം. അദ്ദേഹം ഇതൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുൻകൂട്ടി തന്നെ ട്രംപിനെ നേരിട്ട് കണ്ട് ഇന്ത്യയുടെ ആകുലതകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയിക്കുകയുണ്ടായിരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്നുള്ള ഒരു എനിക്ക് തോന്നുന്നത് ഒരു വ്യാപാര കരാറിലേക്ക്, പുതിയൊരു കരാറിലേക്ക് എത്തിപ്പെടാനും ട്രംപുമായി ധാരണയിലായിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ താരിഫ് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. താരിഫ് പ്രശ്നങ്ങളുണ്ട്, എന്നിരുന്നാൽ പോലും അത് നമ്മളെ സാരമായി ബാധിക്കില്ല എന്നുള്ള അനുമാനങ്ങൾ പലരും പറയുന്നത് കണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. എന്നിരുന്നാൽ പോലും അങ്ങനെയുള്ള ഉഭയകക്ഷി ചർച്ചകളൊക്കെ തന്നെ നടന്നതിന് ശേഷമാണ് JD വാൻസിൻ്റെ ഇന്ത്യയിലേക്കുള്ള സന്ദർശനം എന്നുള്ളതാണ് ഇതിനെ കൂടുതൽ വേറിട്ടതാക്കി മാറ്റുന്നത്. ഇപ്പോൾ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത്, അമേരിക്കയിലേക്ക് കൂടുതൽ ഒരു നിക്ഷേപ സാധ്യത അത് ഇന്ത്യ നോക്കി കാണുന്നുണ്ട്. അതിനുള്ള ഒരു വലിയ അവസരം കൂടിയായി ഇതിനെ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. ഒരു ബിസിനസ് മീറ്റായിട്ട് തന്നെ ഇതിനെ വ്യാഖ്യാനിക്കാം മറുതരത്തിൽ. അതുപോലെ തന്നെ പ്രത്യേകിച്ചും AI സാങ്കേതികവിദ്യ പോലുള്ള മേഖലകളിലൊക്കെ വലിയ നേട്ടം ഇനി ഭാവിയിൽ ഇന്ത്യ നോക്കി കാണുന്നുണ്ട്. അതിൽ അമേരിക്കയുടെ സഹകരണം, ടെക് മേഖലയിൽ ഉണ്ടാകുന്ന സാന്നിധ്യം, ഇതൊക്കെ തന്നെ നോക്കി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഓട്ടോമൊബൈൽ മേഖലയിലൊക്കെ ഇനി മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ചും നമുക്കറിയാവുന്നതാണ് നമ്മുടെ ഇവിടെ ലാൻഡ് റോവർ ആൻഡ് റേഞ്ച് റോവർ, അതിൻ്റെയൊക്കെ തന്നെ വലിയ ആവശ്യകത ഉള്ള ഒരു രാജ്യം അമേരിക്കയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ഓട്ടോമൊബൈൽ വാഹനങ്ങളുടെ നിർമ്മാണവും അവിടേക്കുള്ള കയറ്റുമതിയും, അതിൽ ഈ താരിഫ് നയങ്ങൾ വലിയ തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു സംശയം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇങ്ങനെയുള്ള പല ഊർജ്ജ മേഖലകളിലുള്ള നിക്ഷേപങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഉദ്ദേശങ്ങൾ ഈ ചർച്ചയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ എന്തായിരുന്നാലും ഈ ചർച്ച ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഫലപ്രദമായി തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഔദ്യോഗികമായ സന്ദർശനമൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ സന്ദർശനം നടത്തുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജന്തർ മന്ദറിലൊക്കെ തന്നെ അദ്ദേഹം പോയിരുന്നു. ജയ്പൂരിലേക്ക് യാത്ര തിരിച്ച് അവിടെ നിന്നാണ് തിരിച്ച് അമേരിക്കയിലേക്ക് പോകാനായി നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 24-ാം തീയതി വരെ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ തന്നെ കാണുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഏപ്രിൽ 9-ന് ഇന്ത്യക്കെതിരായിട്ടുള്ള ഈ 26% താരിഫ് എന്ന് പറയുന്ന ആ ഒരു വിഷയം, അതിൽ ഇനി എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാകുമോ, അതൊക്കെ തന്നെ ഇനി നോക്കി കാണേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ചൈനയാകട്ടെ അമേരിക്കയുമായി കട്ടയ്ക്ക് നിൽക്കുന്ന രീതിയിലുള്ളൊരു പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. അതായത് അമേരിക്ക താരിഫ് കൂട്ടുന്നു,
പ്രതികാര ചുങ്കമായി ചൈന വർദ്ധിപ്പിക്കുന്നു, അതിന് ബദലായി അമേരിക്ക കൂട്ടുന്നു. അങ്ങനെ 100-150 എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക, 125-150 എന്ന് പറഞ്ഞ് പോകും. ഇത് 10-200 എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ആർക്കെങ്കിലും ഇവിടെ വ്യാപാരം നടത്താനായി സാധിക്കും, ഏതെങ്കിലും രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇതിലൊക്കെ തന്നെ എന്തായിരുന്നാലും ഒരു അനുനയ നീക്കത്തിന് ഇന്ത്യ ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യക്കും ഇത് ദോഷം ചെയ്യുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിലിപ്പോൾ മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം JD വാൻസ് ഇപ്പോൾ നമ്മുടെ ആഗോള കത്തോലിക്ക സഭയുടെ തലവനായിട്ടുള്ള പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം ഓർമ്മയായി അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതും ഒരു ചർച്ചയാകുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തെ ഏറ്റവും അവസാനമായിട്ട് കണ്ടിട്ടുള്ള ഒരു ലോക നേതാവാണ് JD വാൻസ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മക്കൾക്ക് ഈസ്റ്റർ എഗ് ഒക്കെ അടക്കം അദ്ദേഹം സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നേരെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ചില ന്യൂസ് ഹെഡ്ലൈൻസും അങ്ങനെ കണ്ടിരുന്നു. കണ്ടതിന് ശേഷം നേരെ അദ്ദേഹം ഇന്ത്യയിലേക്കാണ് എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല, എന്നിരുന്നാലും അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ചില ഹെഡ്ലൈൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ വത്തിക്കാൻ സന്ദർശനം സാഹചര്യത്തിൽ ഇപ്പോൾ പോപ്പിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഏറെക്കാലം അദ്ദേഹം ന്യൂമോണിയ ബാധിതനായി വലിയ വിഷയങ്ങളായി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വന്നു. അദ്ദേഹം മരണപ്പെടുമെന്നൊരു ഭീതി പോലും ഒരു സമയത്തുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് കയറി വരികയാണ് ചെയ്തത്. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിയോഗം എന്ന് തന്നെ പറയേണ്ടി. കാര്യം രോഗം ഭേദമായി അദ്ദേഹം ഈസ്റ്റർ ദിനത്തിൽ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നതും ഈ പറഞ്ഞതുപോലെ JD വാൻസ് എത്തിയപ്പോൾ അതൊരു വലിയ വാർത്തയായി മാറുകയും ആ സാഹചര്യത്തിൽ പോലും ഗാസയിൽ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും കുടിയേറ്റക്കാര കാര്യങ്ങൾ അവർക്ക് ഒരു കാരണവശാലും അവർ അനാഥ ആക്കപ്പെടരുത്, അവർക്ക് വേണ്ടി നിലകൊള്ളണമെന്നുള്ള ഒരു നിലപാട് പറയുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരു വ്യക്തി തൊട്ടടുത്ത ദിവസം തന്നെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തന്നെ മരണപ്പെട്ടു, കാലം ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് ലഭിക്കുന്നത്. അപ്പോൾ JD വാൻസും വളരെയധികം ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ കൂടുതൽ സംസാരം ഉണ്ടായിരുന്നില്ല, ഏതാനും മിനിറ്റുകൾ മാത്രമേ അതിലൊരു ദൈർഘ്യം ഉണ്ടായിരുന്നുള്ളൂ. കാരണം തന്നെ ഒരു പക്ഷേ ഇപ്പോൾ പലരും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യക്കുറവല്ല, അദ്ദേഹത്തിൻ്റെ വൈയായിക കാരണമായിരിക്കാം കൂടുതൽ സമയം ചിലവഴിക്കാനായി കഴിയാതെ പോയത്. മക്കളൊന്നും കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു സ്നേഹം, ആ ഒരു കരുതൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഈസ്റ്റർ എഗ്സ് ഒക്കെ കൊടുത്തു വിട്ടത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, പോപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ വിഷയങ്ങളിലും വ്യക്തമായ നിലപാട് പറയുന്നൊരു നേതാവാണ്. മറ്റ് ആഗോള സഭാ അധ്യക്ഷന്മാരെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുകൾ ഉണ്ടായിരുന്നു. അത് ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യും. അവസാനം വരെ, മരണം വരെ അതിനോടൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യും. മറ്റ് സുഖ-സൗകര്യങ്ങളോടൊന്നും തന്നെ ആഭിമുഖ്യം കാണിക്കുന്ന ഒരു പ്രകൃതക്കാരനുമല്ല. അതൊക്കെ എത്തിക്കാൻ നരേന്ദ്രമോദി സർക്കാർ അടക്കം വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. കാരണം ഈ സാഹചര്യത്തിൽ, ഈ അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയപരമായും വ്യക്തിപരമായിട്ടുള്ള ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് പോപ്പിനെ ഇന്ത്യയിൽ എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പക്ഷേ ശ്രമങ്ങൾ നടത്തിയിരുന്നു, നിരവധി തവണ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഏറ്റവും അവസാനമായി ശ്രമം നടത്തിയത് കഴിഞ്ഞ വർഷമായിരുന്നു. അന്ന് വത്തിക്കാനിൽ നിന്നും അനുകൂലമായൊരു സൂചന കിട്ടുമെന്നറിഞ്ഞിരുന്ന സമയത്ത് നമുക്കിവിടെ ലോക്സഭാ ഇലക്ഷനുകളൊക്കെ തന്നെ സംഭവിച്ചു. നമുക്കൊരു പോപ്പിനെ സംബന്ധിച്ചൊരു വിഷയമുണ്ട്, ഒരു പ്രോട്ടോകോൾ ഇഷ്യൂ ഉണ്ട്. അതായത് ഒരു രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോപ്പ് അവിടെ സന്ദർശിക്കാൻ പാടില്ല എന്ന രീതിയിലൊരു അങ്ങനെ നിയമങ്ങളൊന്നുമില്ല, അങ്ങനെ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് വ്യക്തമായ കാരണമുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ മോദിയുടെ ഇൻവിറ്റേഷനിൽ പോപ്പ് എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് വരുന്നു. ആ വർഷം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യമാണ് പോപ്പ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ BJPക്ക് അനുകൂലമായിട്ടോ മോദിക്ക് അനുകൂലമായിട്ടോ ഒരു തരംഗം സൃഷ്ടിക്കാൻ സാധ്യതയില്ലേ ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് വർഷങ്ങളിൽ എന്ത് ചെയ്യരുത്, ഒരു രാജ്യവും സന്ദർശിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ നിർഭാഗ്യം വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങൾ മുഴുവൻ പല രീതിയിലുള്ള തിരഞ്ഞെടുപ്പുകളായിരുന്നു. പല സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാരണം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമാണ്. ഏറ്റവും അവസാനം തീയതി ഉൾപ്പെടെ കുറിച്ച് ഉറപ്പായും എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെയൊക്കെ തന്നെ ഒരു വേദനയും വിഷമവും ഒരുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിക്ക് ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ നമ്മൾ ഇന്ത്യ അടക്കം 3 ദിവസത്തേക്കാണ് ദുഃഖാചരണം രേഖപ്പെടുത്തുന്നത്. അതേസമയം തന്നെ ഇന്ന് നരേന്ദ്രമോദി സൗദിയിലേക്ക് പോവുകയാണ്, സൗദിയിൽ ജിദ്ദയിലേക്ക്. അവിടെ പോകുമ്പോൾ അവിടുത്തെ കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും ഇന്ത്യക്ക് സൗദിയിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ്, ഏതൊക്കെ മേഖലകളിലായിരിക്കും ചർച്ചകൾ നടക്കുക, ഇരു രാജ്യങ്ങൾക്കും സഹായകരമാകുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും കൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്, ആ വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടുമുള്ള വ്യാപാര, പ്രതിരോധ, ഊർജ്ജ മേഖലകൾക്കൊക്കെ തന്നെ കരുത്ത് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഉഭയകക്ഷി ചർച്ച, സ്ഥിരം നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി ചർച്ച അത് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുപോലെ നമുക്ക് മനസ്സിലാക്കേണ്ടത് സൗദിയിൽ ഒട്ടനവധി ഇന്ത്യക്കാർ
തടവിലാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതും അപ്രതീക്ഷിതമായി ചില കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടു പോയവരുമായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരുടെ മോചനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും സംസാരിക്കുമെന്നുള്ള ഒരു സൂചനയും കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വളരെ നിരവധിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സൗദി രാജാവിൻ്റെ അവിടുത്തെ പ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കൂടിയാണ് അദ്ദേഹം എത്തുന്നത്. ഈ 2 ദിവസത്തെ സന്ദർശനം നടത്തുന്നത് 23 ഇതിനു മുമ്പ് അദ്ദേഹം 2 തവണ സന്ദർശനം നടത്തിയിരുന്നു. 2016-ലും 19-ലും സന്ദർശനം നടത്തിയിരുന്നു. അന്നും വളരെ ഊഷ്മളമായ രീതിയിലുള്ള ഒരു വരവേൽപ്പായിരുന്നു കിട്ടിയത്. അതിൻ്റെ നേട്ടങ്ങൾ അതിനുശേഷം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് G20 ഉച്ചകോടിയിൽ കണ്ടതുമൊക്കെ നമ്മളേവരും കണ്ടതാണ്. ഇനി നോക്കിക്കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മറ്റ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതിനൊരു താല്പര്യം കൂടുതൽ ഇനി ഇന്ത്യക്ക് കാണും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പല കാര്യങ്ങൾ പറയുകയാണ്. ഈ പറയുന്ന അമേരിക്കയുമായിട്ടുള്ള വ്യാപാര യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ വരുമ്പോൾ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഏകോപനം, എല്ലാ രാഷ്ട്രങ്ങളും ചേർന്നുള്ളൊരു ഏകോപനത്തിൻ്റെ ആവശ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതായത് അമേരിക്ക ഒരു കാര്യം പറയുന്നു, അതിനെ ശക്തമായി ഒരുമിച്ച് എതിർക്കുക അല്ലെങ്കിൽ ഒരു വാദം മുന്നോട്ട് വയ്ക്കുക എന്ന് പറയുന്നതാണ് ഒരു പോംവഴി. അതിന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒരു വലിയ ശക്തിയായി മാറുന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ചൈന പറയുന്നത് പോലെയല്ല ഇന്ത്യ പറയുന്നത്. ചൈനയോടൊപ്പം കൊമ്പുകോർക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയോടൊപ്പം ഒരു സമരസത്തിലാണ് പോകുന്നത്. കാര്യം ഡിസ്കൗണ്ടഡ് താരിഫ് എന്നാണ് നമ്മുടെ താരിഫിനെ പറയുന്നത് ട്രംപ് പറയുന്നത്. കാര്യം ഇന്ത്യയോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മോദിയോടുള്ള ട്രംപിൻ്റെ സ്നേഹത്തിൻ്റെ പേര് എന്ത് ചെയ്യുന്നു, ഒരു ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെയാണ്, ഒരു കച്ചവടം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കച്ചവടക്കാരനുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ മറ്റ് രാഷ്ട്രങ്ങളും ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു നയതന്ത്രമായിട്ടുള്ളൊരു നീക്കം ഒരു പക്ഷേ ഇതുപോലുള്ള കൂടിക്കാഴ്ചകളിലൂടെ നടക്കും. അതുപോലെ തദ്ദേശീയത കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ കയറ്റുമതി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ സൗദിയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രതിരോധ മേഖലയിൽ അവർക്ക് നിരവധി യുദ്ധോപകരണങ്ങളും കവചങ്ങളും ഒക്കെ തന്നെ ആവശ്യമായിട്ട് വരും. അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും നമ്മളൊരു വലിയ മാർക്കറ്റാണ്. അപ്പോൾ ആ മാർക്കറ്റ് കൃത്യമായി വിനിയോഗിക്കുക ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.